ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെ ടി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ ഫൊറിയർ സീരീസ് ആണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ മക്ലോറിൻ സീരീസ്, അതേപോലെ ടൈലർ സീരീസ്, ബൈനോമിയൽ സീരീസ്, അങ്ങനെ കുറെ സീരീസുകൾ പഠിച്ചു. അപ്പൊ എല്ലാ ഫംഗ്ഷനെയും നമുക്ക് ഫൊറിയർ സീരീസിൽ എഴുതാൻ പറ്റത്തില്ല. ഫൊറിയർ സീരീസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ഓക്കെ, നമ്മുടെ ടൈലർ സീരീസിന് ഒരു ഫോം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫൊറിയർ സീരീസിനും അതിൻ്റെതായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷനെ മാത്രമേ നമുക്ക് ഫൊറിയർ സീരീസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്ന് തന്നെ ഒരു പീരീഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണ്, പീരീഡ് എന്താണ്? പീരീഡ് ആദ്യം നമ്മൾ ഇതിനകത്ത് അറിയേണ്ട പീരീഡ് എന്താണെന്നാണ്. പീരീഡ്, ഞാനിപ്പോ ഒരു എ കോമ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ എടുത്താൽ ഈ ഒരു ഇന്റർവെലിന്റെ ലെങ്തിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇന്റർവെലിന്റെ ലെങ്ത്, ഇന്റർവെൽ ലെങ്ത്. അപ്പൊ എന്ത് കിട്ടുന്നു? ബി മൈനസ് എ ആണ്. ഇന്റർവെൽ ലെങ്ത് എന്താ? ബി മൈനസ് എ ആണ്. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു ഫൊറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻ സി കോമ സി പ്ലസ് 2l. അതായത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റർവെൽ എന്താണ്? സി കോമ സി പ്ലസ് 2l ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ജനറലി പറയുന്നതാണ്. അപ്പൊ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? സി കോമ സി പ്ലസ് 2l ആകുമ്പോ പീരീഡ് എന്താ വരുന്നത്? സി പ്ലസ് 2l മൈനസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 2l. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ മനസ്സിലാക്കണം പീരീഡ് എന്താണ്? 2l ആണെന്ന് മനസ്സിലാക്കാം. ഫൊറിയർ സീരീസിന്റെ പീരീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ് 2l. ആദ്യം നമ്മൾ ഇതാണ് മനസ്സിലാക്കിയത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഫൊറിയർ സീരീസിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2a പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഇനി ഇതിനകത്ത് എ നോട്ട് എ എൻ ബി എൻ എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എ നോട്ട് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നോട്ട് ഈസ് ഈക്വൽ ടു 1 ബൈ എൽ ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഈ എ നോട്ടിനെ പറയുന്ന പേരാണ് ഫൊറിയർ കോൺസ്റ്റന്റ്. ഇനി എ എന്നും ബി എന്നും എന്താണ്? എ എന്നിന്റെ ഫോർമുല എന്ന് പറയുന്നത് എഴുതുക. എ എൻ ഈസ് ഈക്വൽ ടു 1 ബൈ എൽ ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. ഇനി ഇതിനെ പറയുന്ന പേരാണ് ഫൊറിയർ കോഎഫിഷ്യന്റ്. അപ്പൊ അടുത്തതും ഫൊറിയർ കോഎഫിഷ്യന്റ് ആണ്. ബി എന്നിന്റെ കൂടെ എഴുതിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് ബി എൻ ഈസ് ഈക്വൽ ടു എന്താ? ബി എൻ 1 ബൈ എൽ ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ്, ഈ എ എന്നിനെയും ബി എന്നിനെയും പറയുന്ന പേരാണ് ഫൊറിയർ കോഎഫിഷ്യന്റ്. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷനെയും പറയുന്ന പേരാണ് ഓയിലേഴ്സ് ഫോർമുല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എ പാർട്ടിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ പഠിക്കുന്നുണ്ട്. 3 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്? ഫൊറിയർ സീരീസിന് മുന്നേ ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ് ഒക്കെ പഠിച്ചായിരുന്നല്ലോ. അപ്പൊ ആ ടൈലർ സീരീസും മക്ലോറിൻ സീരീസും 3 മാർക്കിന് എ പാർട്ടിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ടൈലർ സീരീസിന്റെ പ്രോബ്ലംസ് ഒക്കെ ബി പാർട്ടിൽ ചോദിക്കാം. അപ്പൊ എ പാർട്ടിൽ പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ periodic function of period 2 pi
ഡിഫൈൻഡ് ഇൻ മൈനസ് പൈ പൈ ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. write down Euler's formula a naught an bn for f of x. ഇത് 2019 KTയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്താണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ പീരീഡ് ആദ്യം എഴുതുക. പീരീഡ് എന്താണ്? പീരീഡ് 2l is equal to, ഇവിടുത്തെ ഇന്റർവെൽ എന്താണ്? മൈനസ് പൈ പൈ എന്നല്ലേ. അപ്പൊ ഇവിടുത്തെ ഇന്റർവെൽ ലെങ്ത് അല്ലേ. അപ്പൊ ഈ ഒരു ഇന്റർവെൽ ലെങ്ത് എന്താണ്? പൈ മൈനസ് മൈനസ് പൈ. എന്ത് കിട്ടുന്നു? അപ്പോ 2π എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ 2l is equal to 2πയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? l is equal to π എന്നുള്ള ഒരു വാല്യൂ കിട്ടുന്നു. ഇനി നമുക്ക് ഫൊറിയർ സീരീസിന്റെ എന്ത് എഴുതാം? ഫൊറിയർ സീരീസിന്റെ ഫോർമുല എഴുതാം. f of x is equal to a0 by 2a plus summation n is equal to 1 to infinity an cos n pi x by l plus summation n is equal to 1 to infinity bn sin n pi x by l. ഇവിടെ നമുക്ക് l is equal to pi എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ആ എല്ലിന്റെ സ്ഥാനത്ത് പൈ കൊടുക്കുന്നു. അപ്പൊ a0 by 2 summation n is equal to 1 to infinity an cos n pi x by pi plus summation n is equal to 1 to infinity bn sin n pi x by pi. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? ഇവിടുത്തെ പയ്യും പയ്യും പോയി, ഇവിടുത്തെ പയ്യും പയ്യും പോയി. ബാലൻസ് എന്തുണ്ട്? അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ എന്ത് എഴുതാം? ഇത്രയും വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ എഴുതി കാണിക്കുന്നത്. അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ ജസ്റ്റ് അങ്ങ് എഴുതി പോവാണ്. അപ്പൊ സമ്മേഷൻ n is equal to 1 to infinity bn sin nx. ഇനി a0 an bn ഫോർമുലാസ് എഴുതുന്നതിന് 3 മാർഗം. a0 is equal to എന്താ വരുന്നത്? 1 by ജനറൽ ഫോർമുല എന്താ? 1 by l c to c plus 2l f of x dx എന്നാ പഠിച്ചത്. നമ്മുടെ ഇവിടുത്തെ ഇന്റർവെല്ലിന് എന്താ? 1 by എല്ലിന്റെ അവിടെ 1 by പൈ. ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്? മൈനസ് പൈ ടു പൈ f of x dx. ഒരു മാർക്ക് കിട്ടി. ഇതേപോലെ തന്നെ a-ന്റെ b-ന്റെ എന്ത് വരുന്നു? an is equal to അപ്പൊ എന്ത് വരുന്നു? എല്ലിന്റെ അവിടെ പൈ കൊടുക്കുക. അപ്പൊ 1 by പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്ത് കിട്ടുന്നു? f of x into cos n pi x by പൈ എന്നല്ലേ എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഇൻറ്റു ഡി എക്സ്. ഈ പയ്യും പയ്യും പോയിട്ട് 1 by പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എ എൻ. 2 മാർക്കായി. ഇനി ഇതേപോലെ തന്നെ ബി എന്നിന്റെ അങ്ങ് എഴുതിയ പോലെ ബി എൻ അപ്പൊ എന്ത് കിട്ടുന്നു? 1 by പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇത് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡലിലുള്ള പ്രോബ്ലംസ് ഒക്കെ 3 മാർക്കിന് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോണം. എ പാർട്ടിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ പീരീഡ് ഉള്ള ഇക്വേഷൻ നമ്മളൊന്ന് എഴുതിയാൽ മാത്രം മതി. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ സെയിം പ്രോബ്ലം തന്നെ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ളതാണ്. 2021 ഡിസംബറിൽ എ പാർട്ടിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ 0,2π. സൊല്യൂഷൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പീരീഡ് ആണ് കാണുന്നത്. പീരീഡ് നമ്മൾ ജനറലി 2l is equal to, ഇവിടുത്തെ പീരീഡ് എന്താണ്? ഇവിടുത്തെ ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്? 2π minus 0 which is equal to 2π എന്ന് കിട്ടുന്നു. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 2l is equal to 2πയിൽ നിന്ന് നമുക്ക് l is equal to π എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസിന്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പാൻഷനിൽ l ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? പൈ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടുന്നു? f of x is equal to ജനറൽ ഫോം എന്താണ്? a0 by 2a plus summation n is equal to 1 to infinity an cos n pi x by l plus summation n is equal to 1 to infinity bn sin n pi x by l. ഈ എല്ലിന്റെ അവിടെ പൈ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടുന്നു? l is equal to പൈ ആയാൽ f of x എന്ത് കിട്ടുന്നു? a0 by 2a plus summation n is equal to 1 to infinity an cos nx plus summation n is equal to 1 to infinity bn sin nx എന്നായി മാറുന്നു. ഇതെങ്ങനെ ആയത്?
നോക്കൂ കോസ് എൻ പൈ, ഇവിടെ പൈ ഉണ്ട്, ഈ എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഈ പൈയും പൈയും വെട്ടിപ്പോയിട്ട് കോസ് എൻ എക്സ് ആയി മാറില്ലേ? അതേപോലെ തന്നെ സൈൻ ഡി. അപ്പൊ നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസ് ഇതാണ് കിട്ടിയത്. ഇനി എ നോട്ടിന്റെയും എ എന്നിന്റെയും ബി എന്നിന്റെയും ഒക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാം. അതെങ്ങനെ കാണാം? എ നോട്ടിന്റെ ഫോർമുല എന്താണ്? എ നോട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? 1/L ഇന്റഗ്രൽ C+2L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന. നമ്മുടെ എന്താണ് ഇവിടെ വരുന്നത്? എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ എ നോട്ട് ഈസ് ഈക്വൽ 1/π ഇന്റഗ്രൽ എന്താണ്? 0 to 2π അല്ലേ ഇന്റർവെല്? എക്സ് ഡി എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഡി എക്സ് ആണ്. അപ്പൊ കൊടുക്കുന്നു. അപ്പൊ 1/π എന്താണ്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് x²/2 അല്ലേ? 0 to 2π. അതായത് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്താണ്? എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എക്സ് റൈസ് ടു 1+1 ഡിവൈഡഡ് ബൈ 1+1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? x²/2. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/π. ആ 2 എടുത്ത് വെളിയിട്ടെ ഡിനോമിനേറ്ററിലുള്ള 1/2π x²ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 2π² ലോവർ ലിമിറ്റ് 0 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/2π 4π². ഈ 4ഉം ഇവിടുത്തെ 2ഉം കൂടെ വെട്ടി ഇവിടെ 2 വന്നു. ഒരു പയ്യും പോയി. ബാക്കി ആൻസർ എന്ത് കിട്ടുന്നു? 2π എന്ന് കിട്ടും. അപ്പൊ എ നോട്ട് നമുക്ക് എന്ത് കിട്ടി? 2π നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ എന്നും ബി എന്നും ഒക്കെ കാണണ്ടേ? എ എൻ എങ്ങനെ കാണാം? എ എന്നിന്റെ ഫോർമുല എന്താണ്? ജനറൽ ആയിട്ടുള്ള ഫോർമുല എ എൻ ഇസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ C to C+2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. എല്ലിന്റെ അവിടെ എല്ലാം പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 1/π ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്? 0 to 2π. ഇന്റർവെൽ നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സിന്റെ അവിടെ എക്സ് കൊടുക്കുന്നു. കോസ് എൻ പൈ എക്സ് ബൈ എൽ അല്ലേ? എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ കോസ് എൻ എക്സ് ഡി എക്സ് എന്നായി മാറി. ക്ലിയർ ആണല്ലോ ഇത്രയും? ഇനി നമ്മൾ ഇത് ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാം. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? പോളിനോമിയൽ ട്രിഗണോമെട്രി കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബെർണോളിസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ബെർണോളിസ് മെത്തേഡ് ഞാൻ സൈഡിലായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ബെർണോളിസ് മെത്തേഡ് ഞാൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ബെർണോളിസ് മെത്തേഡ് ചെയ്യുന്നു. ഞാൻ ബെർണോളിസ് മെത്തേഡ് ഇപ്പൊ നമ്മളിപ്പോ എക്സ് കോസ് എൻ എക്സ് ആ കിടക്കുന്നത്. അപ്പൊ അതൊരു ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. അതായത് ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇന്റഗ്രൽ x² കോസ് എൻ എക്സ് ഡി എക്സ് എന്നൊരു ക്വസ്റ്റ്യൻ തരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ബെർണോളിസ് വെച്ച് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്റഗ്രലിനകത്തുള്ള ഫസ്റ്റ് ടേം ഏതാണ്? x² അല്ലേ? ആ x² നമ്മൾ അതേപോലെ നമ്മൾ സമത്തിന് അപ്പുറത്ത് എഴുതുന്നു, റൈറ്റ് സൈഡിൽ എഴുതും. അതിനുശേഷം രണ്ടാമത്തെ ടേം ഏതാണ്? കോസ് എൻ എക്സ് അല്ലേ? അപ്പൊ ആ രണ്ടാമത്തെ ടേമിന്റെ ഇന്റഗ്രൽ വേണം നമ്മൾ എഴുതാൻ സമത്തിന് ഇപ്പുറത്ത്. അപ്പൊ കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ. ഇന്റഗ്രേഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഇന്റഗ്രൽ എടുത്തിട്ട് ആ ഇന്റഗ്രലിന്റെ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതണം? അതായത് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? സൈൻ എൻ എക്സ് ബൈ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എൻ. നമ്മളിപ്പോ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിലോ സൈൻ 2x ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിലോ കോസ് 2x ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2. അതേപോലെ ഇവിടെ ഡിവൈഡഡ് ബൈ ആണ് വരുന്നത്. ക്ലിയർ? ഇന്റഗ്രേഷൻ ഡിവൈഡഡ് ബൈ ആണ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നേ ഇല്ല. ഇനി നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടേം ഏതാണ്? ഇതാണ് ഫസ്റ്റ് ടേം, ഇതാണ് സെക്കൻഡ് ടേം. നമ്മൾ ഇനി ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, സെക്കൻഡ് ടേമിന്റെ ഇന്റഗ്രൽ എടുത്ത് ചെയ്ത് പോവാം. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്യുക. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ x²ന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് കിട്ടും. ഇനി ഫസ്റ്റ് ടേം ഏതാണ്? x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. രണ്ടാമത്തെ ടേം ഏതാണ്? സൈൻ എൻ എക്സ് ബൈ എൻ. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ വേണം. സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഓൾറെഡി നമ്മളെ ഈ സൈൻ എൻ എക്സ് ബൈ എന്നിലെ ഒരു എൻ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുന്നതിന്റെ ഒരു എന്നും കൂടെ വരുമ്പോൾ n² ആയി മാറി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇപ്പൊ നമ്മൾ മൈനസ് അല്ലേ കൊടുത്തത്, ഇനി അടുത്ത സൈൻ ഏതാ? പ്ലസ് സൈൻ ഇടുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഈ 2x ആണ് നമ്മുടെ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എന്താ? 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു സെക്കൻഡ് ടൈം എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ n². അപ്പൊ അതിന്റെ ഇന്റഗ്രൽ ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് ഇട്ടു, ആ മൈനസ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ ആണ്. എന്താണ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഓൾറെഡി ഒരു n² ഉണ്ട്. അപ്പോൾ ഒരു എന്നും കൂടെ വരുമ്പോൾ സൈൻ എൻ എക്സ് ബൈ n³ ആയി.
അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് സൈൻ കൊടുക്കണം? ഇവിടെ പോസിറ്റീവ് അല്ല ഇട്ട്, അടുത്ത നെഗറ്റീവ് ഇട്ടു. എന്നിട്ട് ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് 0 വരുന്നത് വരെ നമ്മൾ ചെയ്ത് നിർത്തുക. അപ്പൊ അടുത്ത ടൈം ഇല്ല, 0 ഇല്ല, അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. ഇതാണ് ബെർണോളിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രലിനകത്തുള്ള ഫസ്റ്റ് ടൈം നമ്മൾ അതേപോലെ എഴുതണം റൈറ്റ് സൈഡിൽ. അതിനുശേഷം സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രലിലെ സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കുന്നു. അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി നമ്മൾ ആ സമത്തിനപ്പുറത്തോട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇനി നമ്മുടെ ഇതിനകത്ത് ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയറും സെക്കൻഡ് ടൈം സൈൻ എൻ എക്സ് ബൈ എന്നും ആണ്. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എടുക്കുന്നു, ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്തുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ടൈം എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സെക്കൻഡ് ടൈം എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇടണം. മൈനസ് എന്തുകൊണ്ടാണ് ഇട്ടത്? പോസിറ്റീവ് അല്ലേ എക്സ് സ്ക്വയറിന്റെ സൈൻ, പ്ലസ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഇട്ടു. നെഗറ്റീവ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്ത സൈൻ ഏത് ഇടണം? പ്ലസ് സൈൻ ഇടണം. അതായത് ഇവിടെ നമ്മൾ മൈനസ് ആയിട്ട്, അപ്പോൾ പിന്നെ പ്ലസ് ഇട്ടു. പ്ലസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ആ പ്ലസിന് തൊട്ട് ഫ്രണ്ടിലുള്ള ടൈമിൽ ഫസ്റ്റ് ടൈം ഏതാണ്? 2x ആണ് നമ്മുടെ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം ഏതാണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് ടൈമിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഡെറിവേറ്റീവ് എടുക്കുക, ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പൊ 2x ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. സെക്കൻഡ് ടൈമിന് ഇന്റഗ്രൽ ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ അല്ലേ? അതിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് ഇൻറ്റു കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഓൾറെഡി ഒരു എൻ സ്ക്വയർ കിടക്കുന്നുണ്ട് ഡിനോമിനേറ്ററിൽ. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഉള്ള ഒരു എന്നും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? എൻ ക്യൂബ് എന്ന് കിട്ടുന്നു. പ്ലസ് അടുത്തത് മൈനസ് ഇട്ടിട്ട് എന്താ? 2ന്റെ ഡെറിവേറ്റീവ്. ഇനി മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം ഏതാണ്? 2 ആണ്. സെക്കൻഡ് ടൈം ഏതാണ്? മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് ആണ്. അപ്പൊ 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ അടുത്ത ടൈം എഴുതേണ്ട ആവശ്യമില്ല, 0 ആയിപ്പോയി. ഓക്കെ, 0 വരുന്നത് വരെ നമ്മൾ എഴുതിയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബെർണോളിസ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇതാണ് നമ്മുടെ. അപ്പൊ ഇതിനെങ്ങനെ ചെയ്യാം? ചെയ്യൂ. 1/π എക്സ് അതേപോലെ എഴുതുന്നു. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ. അടുത്തത് മൈനസ് സൈൻ ഇട്ടു. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, അടുത്തതുണ്ടോ? അടുത്ത 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആയി പോകത്തില്ല. അപ്പൊ അടുത്ത ടൈം എഴുതേണ്ട ആവശ്യമില്ല. 0 to 2π. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ടേംസിന്റെ സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ. അപ്പൊ 1/π എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ, അടുത്തത് പ്ലസ് ആയി, പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0 to 2π എന്നായി. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/π അപ്പർ ലിമിറ്റ് 2π അല്ലേ? എക്സിന്റെ അവിടെ 2π കൊടുക്കണം. അപ്പൊ 2π ഇൻറ്റു സൈൻ 2nπ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് കോസ് 2nπ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? 0 അല്ലേ? എക്സിന്റെ അവിടെ 0 ഇൻറ്റു സൈൻസ്, അത് 0 ആയിപ്പോയി, പ്ലസ് കോസ് 0 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ഇവിടെ ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് അറിയണം. ഈ സൈൻ 2nπയുടെ വാല്യൂ എന്താണെന്ന് അറിയാം? 0 ആണ്. കോസ് 2nπയുടെ വാല്യൂ 1 ആണ്. കോസ് 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അത് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അറിയാത്തവർ എന്ത് എഴുതി വെക്കണം? സൈൻ 2nπയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അതേപോലെ അതിന്റെ കൂടെ തന്നെ എഴുതിക്കുക സൈൻ nπയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി ഇതേപോലെ കോസ് 2nπയുടെ വാല്യൂ എന്താണ്? 1 ആണ്. കോസ് nπയുടെ വാല്യൂ എന്താണ്? -1/n ആണ്. ഓക്കെ, കോസ് 0യുടെ വാല്യൂ അറിയാമല്ലോ. അപ്പൊ ഞാൻ കൊടുക്കുവാണ്. അപ്പൊ ഞാൻ 0 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ അത് കൊടുത്തിട്ടുള്ളതാണ് എഴുതുന്നത്. അപ്പൊ 1/π ഫസ്റ്റ് ടൈം എന്താ? സൈൻ 2nπയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈം 0 ആയിപ്പോയി. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ടൈമിനകത്ത് കോസ് 2nπയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അത് കൊടുത്തു. അപ്പൊ 1/n² എന്ന് കിട്ടുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് കോസ് 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. 1/n² എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു?
ബ്രാക്കറ്റിനകത്ത് 1/n² മൈനസ് 1/n² എന്നാണ്, 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? an എന്ന് പറയുന്ന 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? bn അല്ലേ കാണേണ്ടത്. bn ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? bn ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π എന്താ വരുന്നത്? x ഇൻറ്റു സൈൻ nx dx എന്നല്ലേ വരുന്നത്. ഓക്കെ, ഇത് എങ്ങനെ മനസ്സിലായല്ലോ? സൈൻ nπx/l എന്ന മെയിൻ ആയിട്ടുള്ള ഇക്വേഷന് എല്ലിന്റെ അവിടെ നമ്മൾ പൈ കൊടുത്ത് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. എല്ലിന്റെ അവിടെ പൈ കൊടുത്തിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ എന്താ ഇവിടെ 1/π ഇത് അറിയാമല്ലോ, ബെർണോളിസ് ചെയ്താൽ മതി. എക്സ് അതേപോലെ വരുന്നു. സൈൻ nxന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് nx/n ആണ്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു മൈനസ് കോസ് nxന്റെ എന്താണ്? സൈൻ nx/n² 0 to 2π which is equal to 1/π ഈ മൈനസ് എടുത്ത് വലുത്. അപ്പൊ മൈനസ് എക്സ് കോസ് nx/n ഇതെന്തായി? പ്ലസ് സൈൻ nx/n². ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? n² 0 to 2π. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. കൊടുക്കാം. അപ്പൊ അപ്പർ ലിമിറ്റ് 1/π അപ്പർ ലിമിറ്റ് കൊടുക്കാനായിട്ടുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അതായത് 2π കൊടുക്കാം. അപ്പൊ എക്സിന്റെ അവിടെ 2π കൊടുക്കാം. മൈനസ് 2π കോസ് 2nπ ഡിവൈഡഡ് ബൈ n പ്ലസ് സൈൻ 2nπ ഡിവൈഡഡ് ബൈ n² മൈനസ് 0 എടുക്കുമ്പോൾ 0 പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 2nπയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കോസ് 2nπയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ 1/π മൈനസ് 2π ഇൻറ്റു കോസ് 2nπയുടെ വാല്യൂ 1 എന്ന് ഞാൻ എഴുതി. അപ്പൊ 1/n അടുത്ത ടൈം 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആൻസർ ഇവിടുത്തെ ഈ പയ്യും ഇവിടുത്തെ പയ്യും കട്ടായി പോകുന്നു. മൈനസ് 2/n എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. bn എന്ന് പറയുന്നത് നമുക്ക് 2/n കിട്ടി. നമുക്കിത് നമ്മളിപ്പോ കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതുന്നു. a0 നമുക്ക് കിട്ടിയിരുന്നത് എന്താണ്? a0 നമുക്ക് കിട്ടിയത് 2π എന്നായിരുന്നു കിട്ടിയത്. a0 2π. an കിട്ടിയത് 0 ആണ് കിട്ടിയത്. bn എന്താ കിട്ടിയത്? bn മൈനസ് 2/n ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്താ നമ്മുടെ ഫൊറിയർ സീരീസ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. n ഈക്വൽ ടു l ഈക്വൽ ടു പൈ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ f ഓഫ് എക്സ് ഈക്വൽ അതെന്തായിരുന്നു? a0/2a പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity bn സൈൻ nx. ഇനി ഇപ്പൊ നമുക്ക് a0ന്റെ anന്റെയും bnന്റെ ഒക്കെ വാല്യൂസ് ഇതിനകത്ത് കൊടുത്താൽ മതി. a0 എന്താണ്? 2π അല്ലേ? അപ്പൊ 2π/2a പ്ലസ് അടുത്ത ടൈം 0 ആയിപ്പോയി. an 0 എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 0 ആയി. 0a പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity bn എന്താണ്? മൈനസ് 2/n ആണ്. സൈന് nx. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് നമുക്ക് പൈ പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മൈനസ് 2/n ഇൻറ്റു സൈൻ nx എന്ന് കിട്ടുന്നു. അപ്പൊ f ഓഫ് എക്സ് ഇസ് ഈക്വൽ നമുക്ക് ഇത് കിട്ടും. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ series of f of x is equal to x² in 0, 2π. f of x is equal to x² in 0, 2π. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒത്തിരി തവണ KTയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. x² വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം. സൊല്യൂഷൻ നമുക്ക് എന്ത് എഴുതാം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. പീരീഡ് എന്താണ്? പീരീഡ് 2l is equal to ഇവിടെ 2π മൈനസ് 0, അതായത് 2l is equal to 2π എന്ന് കിട്ടുന്നു. അപ്പൊ l is equal to π എന്ന് കിട്ടും. അപ്പൊ ഞാൻ എഴുതി പോവാണ്. l is equal to πയിലെ ഫൊറിയർ സീരീസ് നമ്മൾ ഒട്ടും തന്നെ എഴുതിയില്ലായിരുന്നു. എഴുതി പോവാണ് ഡയറക്റ്റ്. അപ്പൊ f of x is equal to എന്താ? l നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫോമിനകത്ത് എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? a0/2a പ്ലസ് ഒരു സെക്കൻഡ് a0/2a പ്ലസ്
സമ്മേഷൻ n is equal to 1 to infinity. ബോർഡ് ഇച്ചിരി സ്ലോ ആണ്, അതാണ് ഞാൻ എഴുതുന്നിടത്തല്ല ഇത് വരുന്നത്. അപ്പോൾ സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity bn sin nx. ഓക്കെ, ആ എക്സ് എന്താ എല്ലിന്റെ അവിടെ പൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എ നോട്ട് എങ്ങനെ കാണാം? എ നോട്ട് 1/π, അതായത് 1/l അല്ല, അപ്പൊ 1/π ഇന്റഗ്രൽ 0 to 2π f of x dx അല്ലേ. f of x എന്താ ഇവിടെ x സ്ക്വയർ ആണ്, x സ്ക്വയർ dx. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നത്? 1/π. ഇതെന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? x³ 3 0 to 2π. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? 1/π, ആ 3 എടുത്ത് വെളിട്ട്, അപ്പൊ 1/3π x³ അല്ലേ, അപ്പൊ 2π the whole cube minus 0. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/3π 2π the whole cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 2π the whole cube 8π³ ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു പയ്യും ഇവിടുത്തെ ഒരു പയ്യും പോയിട്ട് ഇവിടെ സ്ക്വയർ വന്നപ്പോൾ 8π² ഡിവൈഡഡ് ബൈ 3 എന്നാണ് എ നോട്ട് കിട്ടുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത എന്താണ്? എ എൻ കാണാം അല്ലെ. എ എൻ എങ്ങനെ കാണാം? എ എന്നിന്റെ ഫോർമുല എന്തായിരുന്നു? 1/l ഇന്റഗ്രൽ c plus 2l f of x into cos nπ x by l dx എന്നല്ല ജനറൽ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നു? an is equal to എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ an is equal to 1/π ഇന്റഗ്രൽ 0 to 2π f of x എന്താ x സ്ക്വയർ ആണ് cos nx dx. ഓക്കെ അല്ലേ? ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? which is equal to 1/π x സ്ക്വയർ cos nx dx അല്ലേ. ബെർണോളിസ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത്, അപ്പോൾ x സ്ക്വയർ അതേപോലെ എഴുതുന്നു. cos nxന്റെ ഇന്റഗ്രൽ എന്താണ്? sin nx ബൈ n ആണ് മൈനസ് 2x sin nxന്റെ എന്താണ്? അതായത് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് ഇട്ടത് 2x. sin nxന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് nx ബൈ n സ്ക്വയർ. അടുത്തത് പ്ലസ് ഇട്ടു, 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y ഇൻറ്റു അടുത്ത എന്താണ്? മൈനസ് കോസ് nxന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ nx ബൈ n³. അടുത്ത ടൈം ഉണ്ടോ? 2ന്റെ ഡെറിവേറ്റീവ് 0 അല്ല, അപ്പൊ ഇവിടെ കൊണ്ട് നിർത്താം 0 to 2π. ഇനിയിപ്പോ ഈ ബ്രാക്കറ്റിനകത്തുള്ള സൈൻ ഒക്കെ നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് വേണം നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാൻ. അല്ല ചുമ്മാ കൊടുക്കരുത്. ഫസ്റ്റ് ടൈം അതേപോലെ എഴുതുക, അവിടെ കുഴപ്പമൊന്നുമില്ല. എക്സ് സ്ക്വയർ സൈൻ nx ബൈ n ആണ്. അടുത്ത ടൈമിനകത്ത് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. മൈനസ് കോസ് nxന്റെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ അത് പ്ലസ് ആയി. പ്ലസ് 2x കോസ് nx ബൈ n² എന്നായിട്ടുണ്ട്. അടുത്തത് മൈനസ് 2 സൈൻ nx ബൈ n³ ആയിട്ടുണ്ട്. 0 to 2π. ഇനിയിപ്പോ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? വിച്ച് ഈസ് ഈക്വൽ ടു 1/π. ഇതിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കാം അല്ലേ. അപ്പർ ലിമിറ്റ് എന്താ? എക്സിന്റെ അവിടെ 2π, അപ്പൊ എക്സ് സ്ക്വയർ അല്ലേ, അപ്പൊ 4π² സൈന് 2nπ ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ഇൻറ്റു 2π അല്ലേ, അപ്പൊ 4π കോസ് 2nπ ബൈ n² മൈനസ് 2 ഇൻറ്റു സൈൻ 2nπ ഡിവൈഡഡ് ബൈ n³ മൈനസ് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഫസ്റ്റ് ടൈം എക്സ് ഇൻറ്റു അല്ലേ, എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ, അപ്പൊ അത് 0 ആയില്ലേ. രണ്ടാമത്തെ ടൈം 0 ആയില്ലേ. മൈനസ് 2 ഇൻറ്റു സൈൻ 0യുടെ വാല്യൂ എന്താ? അത് 0 ആയി. അപ്പോൾ ലോവർ ലിമിറ്റ് ഫുള്ള് 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഇതിന്റെ വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. സൈൻ 2πയുടെ വാല്യൂ 0 എന്നറിയാം. കോസ് 2nπയുടെ വാല്യൂ എന്താണ്? സൈൻ 2nπയുടെ വാല്യൂ 0, കോസ് 2nπയുടെ വാല്യൂ 1 ആണ്. ഇത് 0 ആണ്. അപ്പോൾ 0 വരുന്നത് നമ്മൾ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/π ഫസ്റ്റ് ടൈം എന്താ? 4π² ഇൻറ്റു 0 അല്ല, അപ്പൊ അത് പോയി. അടുത്ത രണ്ടാമത്തെ ടൈം എഴുതിയാൽ മതി. രണ്ടാമത്തെ ടൈം എന്താണ്? 4π ഇൻറ്റു 1 അല്ലേ, ഇൻറ്റു 1/n². വെട്ടിക്കള, പയ്യും പോയി. ആൻസർ എന്ത് കിട്ടുന്നു? 4/n² എന്ന് കിട്ടുന്നു. അപ്പൊ an നമുക്ക് 4/n² എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് bn കാണാം. bn അപ്പൊ എന്ത് കിട്ടുന്നു? 1/π ഇന്റഗ്രൽ 0 to 2π f of x അല്ലേ, f of x എന്താണ്? x² സൈൻ nx dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 1/π x² അതേപോലെ ആയിരുന്നു. സൈൻ nxന്റെ എന്താണ്? ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് nx ബൈ n ആണ്. മൈനസ് ഇനിയിപ്പോ
ഫസ്റ്റ് ടൈം എന്താണ് എക്സ് സ്ക്വയർ ആണ്, സെക്കൻഡ് ടൈം എന്താണ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. അപ്പൊ ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ്, അപ്പൊ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x ഇൻറ്റു അടുത്ത എന്താണ് മൈനസ് കോസിന്റെ എന്താണ് ഇന്റഗ്രൽ എന്താണ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ, അടുത്ത പ്ലസ് ഇട്ടു 2xന്റെ ഡെറിവേറ്റീവ് എന്താണ് 2 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ്, അടുത്ത 2ന്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം 0 to 2π. ഇനിയിപ്പോ നമ്മൾ സൈൻ ഒക്കെ റെഡി ആക്കണം, എന്നിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. ഫസ്റ്റ് ടൈം അപ്പൊ എന്താണ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് എൻ, അപ്പൊ മൈനസ് എടുത്ത് വെളിയിട്ട്, അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ബൈ എൻ. അടുത്തടോ ഇത് പ്ലസ് 2x സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ, അടുത്ത ടൈം എന്താ ഈ മൈനസ് മൈനസും പ്ലസ് ആകും, അപ്പൊ പ്ലസ് തന്നെയാണ് 2 ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 to 2π. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. എക്സിന്റെ അവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്താണ് 2π കൊടുക്കുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു 2π കൊടുക്കുമ്പോൾ മൈനസ് 4π സ്ക്വയർ കോസ് 2nπ ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ഇൻറ്റു 2π 4π സൈൻ 2nπ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 2 കോസ് 2nπ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് എന്താണ് എക്സിന്റെ അവിടെ 0 എടുക്കും. അപ്പൊ ആദ്യത്തെ രണ്ട് ടൈം എക്സിന്റെ അവിടെ 0 എടുക്കുമ്പോൾ 0 ഇൻറ്റു എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 അല്ലേ, അപ്പൊ ആദ്യത്തെ രണ്ട് ടൈം 0 വന്നു. മൂന്നാമത്തെ ടൈം എന്താ 2 ഇൻറ്റു കോസ് 0യുടെ വാല്യൂ എന്താ 1 അല്ലേ, അപ്പൊ 2 ഇൻറ്റു 1 ബൈ എൻ ക്യൂബ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഇതിന്റെ മുകളിലായിട്ട് ജസ്റ്റ് നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. കോസ് 2nπയുടെ വാല്യൂ 1 ആണ്, സൈൻ 2n/0 ആണ്, കോസ് 2n/1 ആണ്. നമുക്ക് എന്താ എഴുതാം അടുത്ത സ്റ്റെപ്പിൽ, ആ 1 വരുന്ന ടേംസ് മാത്രം എടുത്ത് എഴുതിയാണ്. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/π മൈനസ് 4π സ്ക്വയർ ഇൻറ്റു കോസ് 2nπയുടെ വാല്യൂ എന്താണ് 1 ആണ്, അപ്പോൾ 1/n പ്ലസ് അടുത്ത ടൈം എന്താണ് 4π ഇൻറ്റു സൈൻ 2nπ അല്ലേ, അപ്പൊ സൈൻ 2nπയുടെ വാല്യൂ എന്താ 0, അപ്പൊ 4π ഇൻറ്റു 0 എന്താ ഇപ്പൊ അത് 0 ആയിപ്പോയി. മൂന്നാമത്തെ ടൈം എന്താ 2 ഇൻറ്റു കോസ് 2nπയുടെ വാല്യൂ എന്താണ് 1 ആണ്, അപ്പൊ 2/n ക്യൂബ്. ഇനി അടുത്തത് ബ്രാക്കറ്റിനകത്ത് എന്താണ് ഒരു 2/n ക്യൂബ് ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് 2/n ക്യൂബ് ആയി മാറും. ഇത് ഇതും വെട്ടിപ്പോയി, ബാലൻസ് എന്തുണ്ട് 1/π ഇൻറ്റു മൈനസ് 4π സ്ക്വയർ ഇൻറ്റു 1/n എന്നുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു പയ്യും ഇവിടുത്തെ ഒരു പയ്യും പോയാൽ മൈനസ് 4π/n എന്നായി മാറും. ഇതാണ് bn. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയായിരുന്നു, a0 എന്ന് പറയുന്നത് കിട്ടിയത് 8π²/3 എന്നും an എന്ന് പറഞ്ഞ് കിട്ടിയത് 4/n²ഉം bn എന്ന് പറഞ്ഞ് കിട്ടിയത് മൈനസ് 4π/n ആണ് കിട്ടിയത്. ഇനി നമ്മൾ ആ ഫോറിയർ സീരീസിനകത്തോട് കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് എന്താണ് a0/2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity bn sin nx. അതായത് ജനറൽ ആയിട്ടുള്ള ഫോറിയർ സീരീസിൽ എന്താ എല്ലിന്റെ സ്ഥാനത്ത് പൈ കൊടുത്തിട്ടുള്ള ഫോം ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കിട്ടിയ ആൻസറുകളൊക്കെ ഇതിനകത്ത് കൊടുക്കാം. a0 എന്താണ് 8π²/3 അല്ല, അപ്പൊ 8π²/3 ഇൻറ്റു ഒരു 2 ഉണ്ടല്ലോ a0/2 അതാണ് ഇവിടെ എഴുതിയത്, പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an എന്താണ് 4/n² cos nx പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity bn എന്താണ് മൈനസ് 4π/n sin nx. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വെട്ടി ഇവിടെ ഷോർട്ട് ആക്കി എഴുതാം ഇല്ലേ, ഇത് വെട്ടിയിട്ട് 4π²/3 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ 4π²/3 അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ഷോർട്ട് ആക്കി ഇപ്പൊ എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു 4π²/3 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity 4/n² ഇൻറ്റു cos nx പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity മൈനസ് 4π/n sin nx എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് എളുപ്പമല്ലേ.
അപ്പൊ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ്. എക്സ് സ്ക്വയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനിയിപ്പോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതിപ്പോ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആയി? 3 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടല്ലേ. ആദ്യം നമ്മൾ ഒരെണ്ണം ചെയ്തു, അതിനുശേഷം എക്സിന്റെ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓർ എക്സ്പാൻഷൻ ഓഫ് ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് expansion of f of x is equal to e raised to x in 0,2 pi. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒത്തിരി തവണ KTയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഈ കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള 2015 സ്കീമിന്റെ സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതിയത്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് f of x is equal to e raised to x 0 to 2 pi. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പമാണ്, നമുക്ക് ചെയ്തു പോകാം. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഇവിടുത്തെ പീരീഡ് എന്താണെന്നാണ് ഐഡന്റിഫൈ. പീരീഡ് എന്താണ്? പീരീഡ് 12 is equal, ഇവിടെ എന്താണ് 0,2 pi അല്ലേ. അപ്പൊ ഇന്റർവൽ ലെങ്ത് എന്താ 2 pi minus 0 which is equal to 12 is equal to 2 pi എന്ന് കിട്ടുന്നു. L is equal to pi എന്ന് കിട്ടും. അപ്പൊ L is equal നമുക്ക് പൈ എന്നാണ് കിട്ടിയത്. ഇനി ഇപ്പൊ നമുക്ക് എന്താ L is equal to pi ഉള്ള ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ എഴുതിയാൽ മതി. അപ്പൊ എന്താണ് L is equal to pi ഉള്ളത് നമുക്ക് അറിയാം അല്ലേ. f of x is equal to a0 by 2a plus summation n is equal to 1 to infinity an cos nx plus summation n is equal to 1 to infinity bn sin nx. ഓക്കെ, എല്ലിന്റെ അവിടെ പൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫൊറിയർ സീരീസിനകത്ത് എല്ലിന്റെ അവിടെ പൈ കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് a0 കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? a0 is equal to 1 by L അല്ലായിരുന്നു നമ്മൾ ജനറലി. അപ്പൊ 1 by pi ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ e raised to x ആണ്. അപ്പൊ e raised to x dx ആണ്, which is equal to എന്ത് കിട്ടുന്നു? 1 by pi e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ e raised to x എന്താണ്? e raised to x തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കാം. ഇന്റഗ്രൽ e raised to ax dx വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ ഉത്തരം? e raised to ax divided by a ആണ്. അപ്പൊ ഇവിടെ എന്താണ് e raised to x dx ആണ്, which is equal to എന്ത് കിട്ടുന്നു? e raised to x, എക്സിന്റെ കോഷ്യന്റ് എന്താ 1 അല്ലേ. അപ്പൊ e raised to x divided by 1, അതായത് e raised to x തന്നെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? e raised to x എഴുതാം 0 to 2 pi, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പൊ 1 by pi e raised to 2 pi minus e raised to, ഇത് 2 pi ആണ്, e raised to 0. e raised to 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1 by pi e raised to 2 pi minus 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? a0 കണ്ടുപിടിച്ചല്ലേ. ഇനിയിപ്പോ അടുത്തത് an കാണാം അല്ലേ. an കാണാനുള്ള ഫോർമുല എല്ലിന്റെ അവിടെ പൈ കൊടുത്തിട്ടുള്ളതാണ് കൊടുക്കുന്നത്. അപ്പൊ an is equal to 1 by pi ഇന്റഗ്രൽ 0 to 2 pi f of x into f of x എന്നാണ് e raised to x into cos nx dx. cos n pi x by l, എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇപ്പൊ നമുക്ക് എന്താണ് ഇത് ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ആണ് നമ്മൾ സൈഡിലായിട്ട് എഴുതുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് റിസൾട്ട്. ഇന്റഗ്രൽ e raised to ax cos bx dx എന്നാണ് വന്നതെങ്കിൽ e raised to ax divided by a square plus b square into a cos bx plus b sin bx ആയിരിക്കും. ഓക്കെ, a cos bx is equal to എന്താണ്? bx dx is equal to e raised to ax, integral e raised to ax cos bx dx is equal to e raised to ax divided by a square plus b square into a cos bx plus b sin bx ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഇന്റഗ്രൽ e raised to ax sin bx dx ആണ് ചോദിച്ചിരുന്നതെങ്കിലോ എന്ത് വന്നേനെ? e raised to ax divided by a square plus b square into a sin
ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആയി മാറിയത്. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇ റേസ് ടു എക്സിന്റെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ഈ രണ്ട് റിസൾട്ടും അപ്ലൈ ചെയ്യണം. നമ്മുടെ എന്താണ് ഇവിടെ ഇ റേസ് ടു എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്നാണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? നിങ്ങളൊന്ന് കമ്പയർ നോക്കി. ഇ റേസ് ടു എക്സ് ആണ് ഇവിടെ, അപ്പൊ എന്താണ് ഇ റേസ് ടു എക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടുന്നു? നമ്മുടെ ക്വസ്റ്റിനകത്ത് നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടുന്നു. കോസ് ബി എക്സും കോസ് എൻ എക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കോസ് ബിയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? എൻ എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്ത് എ ഉള്ളിടത്ത് 1 കൊടുക്കണം, ബി ഉള്ളിടത്ത് എന്നും കൊടുക്കണം. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. അപ്പൊ ഇന്റഗ്രലിന്റെ ഉത്തരമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/π. അപ്പൊ ഇന്റഗ്രൽ മാറി, ഇന്റഗ്രലിന്റെ ഉത്തരവാണ് എഴുതിയത്. അപ്പൊ ഇ റേസ് ടു എ എക്സ് എന്താ? അപ്പൊ ഇ റേസ് ടു എക്സ് ആയി മാറി. ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. എ കോസ് ബി എക്സ് എന്നല്ലേ? എ എന്താണ്? 1 ആണ്. അപ്പൊ കോസ് ബി എക്സ് ഇവിടെ കോസ് എൻ എക്സ്. ഓക്കെ, ബി എന്താണ്? എൻ അല്ലേ? അപ്പൊ കോസ് എൻ എക്സ് പ്ലസ് ബി എന്താണ്? ഇവിടെ എൻ ആണ്. അപ്പൊ എൻ സൈൻ എൻ എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു 0 to 2π. ഇത്രയും ഓക്കെ അല്ല? ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്താൽ മതി, എളുപ്പമാണ്. അപ്പൊ 1/π വലിയൊരു ബ്രാക്കറ്റ്, അതായത് ഈ ഒരു ബ്രാക്കറ്റ് അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് ആണ്, യെല്ലോ കളർ ബ്രാക്കറ്റ്. യെല്ലോ കളർ ബ്രാക്കറ്റിനകത്ത് ഈ ഫുൾ ടൈം നമ്മൾ എഴുതണേ. അപ്പൊ എക്സിന്റെ അവിടെ 2π കൊടുക്കുമ്പോൾ ഇ റേസ് ടു 2π ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ കോസ് 2nπ പ്ലസ് എൻ ഇൻറ്റു സൈൻ 2nπ. ഇനി ആ യെല്ലോ കളർ അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ മൈനസ് ഇട്ടു. ഇനി ലോവർ ലിമിറ്റ് 0 അല്ലേ? ലോവർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ് വേറെ ഇടാം. ഇതെന്താണ്? ഇ റേസ് ടു 0. ഇ റേസ് ടു 0യുടെ വാല്യൂ എന്താണ്? അപ്പൊ 1 ആണ്. അപ്പൊ 1/1 പ്ലസ് എൻ സ്ക്വയർ 1/1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു കോസ് 0 പ്ലസ് സൈൻ 0, ആ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യും. ഇനി മെയിൻ സ്ക്വയർ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യും. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താണ്? നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോസ് 2nπയുടെ വാല്യൂ എന്താണ്? 1 ആണ്. സൈൻ 2nπ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബ്രാക്കറ്റിനകത്ത് 1/π ഇ റേസ് ടു 2π ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് ടൈം 1 ആയി, രണ്ടാമത്തെ ടൈം 0 ആയി, മൈനസ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കും. ഇവിടെ കോസ് 0യുടെ വാല്യൂ 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ 1/1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 0 എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 1/1 പ്ലസ് എൻ മൈനസ് 1/1 പ്ലസ് എൻ സ്ക്വയർ ആയി മാറി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 1. ഓക്കെ, ഈ ഇൻറ്റു 1 ഏതാണ്? ഈ 1 ആണ്, കോസ് 0യുടെ 1 ആണ്. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/1 പ്ലസ് എൻ സ്ക്വയർ തന്നെയല്ലേ കിട്ടുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 1/1 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് എന്താണ്? നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/π. കണ്ടോ? ഇ റേസ് ടു 2π. ഇതിനെ ഈ ഒരു ഫുൾ ടൈമിനകത്തോട് മൾട്ടിപ്ലൈ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇ റേസ് ടു 2π ബൈ 1 പ്ലസ് എൻ സ്ക്വയർ മൈനസ് 1/1 പ്ലസ് എൻ സ്ക്വയർ. ഇനിയിപ്പോ ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഒന്നിച്ച് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ 1/π ഇ റേസ് ടു 2π മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ ആയി മാറും. ഓക്കെ അല്ലേ? അപ്പൊ എ എൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എ എൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ബി എൻ കാണാം. ബി എൻ എങ്ങനെ കാണാം? ബി എൻ 1/π ഇതേപോലെ തന്നെ 1/π ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്നാണ് ഇ റേസ് ടു എക്സ്. അടുത്ത അതിനകത്ത് എന്താണ്? ബി എന്നിനകത്ത് എന്താണ്? സൈൻ എൻ എക്സ് ആയി മാറും അല്ലേ? സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ,
എല്ലിന്റെ അവിടെ പൈ കൊടുത്തിട്ടുള്ള ബി എന്നിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നമ്മൾ എന്താണ്, നമുക്ക് റിസൾട്ട് ഉണ്ടല്ലേ. എന്തായിരുന്നു റിസൾട്ട്? ഇവിടെ ഒന്നുകൂടി എഴുതാം. ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. ബി കോസ് ബി എക്സ്, ബി കോസ് ബി എക്സ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടുന്നു? 1/π. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇ റേസ്റ്റ്, ഇവിടെ എ എന്താണ്? ഇവിടെ എ എന്താണ്? 1 ആണ്. ബി എന്താണ്? n ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ സൈൻ എൻ എക്സ് മൈനസ് n കോസ് എൻ എക്സ്. ഇനി മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്റഗ്രലിലെ ലിമിറ്റ് എന്താണ്? 0 to 2π. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. ആദ്യം നമുക്ക് 1/π മെയിൻ സ്ക്വയർ ബ്രാക്കറ്റ്, ഇനി അപ്പർ ലിമിറ്റിന്റെ ബ്രാക്കറ്റ്, അതിനകത്ത് ഇ റേസ് ടു 2π, എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ 2π കൊടുക്കണം. അപ്പൊ ഇ റേസ് ടു 2π ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ സൈൻ 2nπ മൈനസ് n കോസ് 2nπ മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? ഇ റേസ് ടു 0 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു ഇതെന്ത് കിട്ടുന്നു? ഇത് 0, സൈൻ 0 0 അല്ലേ, കോസ് 0 എന്താണ്? 1 ആണ്. അപ്പൊ n ഇൻറ്റു കോസ് 0 എന്താണ്? n. ഇത് തന്നെ എഴുതി പഠിക്കുക കേട്ടോ. ഇത് 0 വന്നു, ഇത് 1 കിട്ടുന്നു. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് 1/π ഇ റേസ് ടു 2π ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ 0 മൈനസ് n എന്ന് കിട്ടുന്നു, മൈനസ് ഇതിനകത്ത് എന്ത് കിട്ടുന്നു? 1/1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു മൈനസ് എന്നാണ് കിട്ടുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 1/π ഇ റേസ് ടു 2π ബൈ 1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു മൈനസ് എൻ, ആ മൈനസ് എടുത്ത് വെളിയിട്ടെ ഇൻറ്റു n. ഇതെന്ത് കിട്ടുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ആകും, മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് n/1 പ്ലസ് എൻ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ ടേം എന്താണ്? 1 പ്ലസ് എൻ സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 1/π മൈനസ് n ഇ റേസ് ടു 2π പ്ലസ് n ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എന്നാണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതുന്നു? 1/π. ഇത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ടേം നമ്മൾ ആദ്യം എഴുതുന്നു അല്ലേ. അപ്പൊ n മൈനസ് n ഇ റേസ് ടു 2π ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ. ഈ n എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 1/π n എടുത്ത് വെളിയിലിട്ടു 1 മൈനസ് ഇ റേസ് ടു 2π ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എന്ന് കിട്ടുന്നു. 1 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബി എൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. എ നോട്ട് കിട്ടി, എ എൻ കിട്ടി, ബി എൻ കിട്ടി. അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസിന്റെ എക്സ്പാൻഷനിലോട്ട് എഴുതുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ്. എല്ലിന്റെ അവിടെ പൈ കൊടുത്തിട്ടുള്ള ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് ഞാൻ എഴുതുന്നത്. സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് എന്നാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം. എ നോട്ട് എന്തായിരുന്നു കിട്ടിയത്? എ നോട്ട് നമുക്ക് കിട്ടിയത്
1/π ഇൻറ്റു ഒരു 2 ഉണ്ട്, ഈ 2 a0/2 ആ 2 എടുത്തെടുക്കും. അപ്പോൾ 1/2π e⁻²π മൈനസ് 1 പ്ലസ് സമ്മേഷൻ n is equal to 1 to ഇൻഫിനിറ്റി. an എന്ന് പറയുന്നത് എന്താണ്? an എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് എന്താണ്? ഇതേണ്ട 1/π e⁻²π മൈനസ് 1 1 പ്ലസ് n സ്ക്വയർ e⁻²π മൈനസ് 1, അതായത് 1/n e⁻²π മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ 1/π ആയിരുന്നല്ലേ? 1/π ആണ്, 1/π 1/n അല്ല 1/π. ഇവിടെ n സ്ക്വയർ വന്നു. ഇതെന്താണ്? cos nx പ്ലസ് അടുത്ത സമ്മേഷൻ n is equal to 1 to infinity. ഈ സമ്മേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. ഞാനിപ്പോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതേ ഉള്ളേ. സമ്മേഷൻ വേണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വെളിയിട്ടിട്ട് എഴുതാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്, തെറ്റിക്കരുതെന്നേ ഉള്ളൂ. ഇവിടെ എന്ത് കിട്ടുന്നത്? bn എന്താണ്? n/π 1 മൈനസ് e⁻²π ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? ഒരു 1 പ്ലസ് n സ്ക്വയർ 1 പ്ലസ് n സ്ക്വയർ ഇൻറ്റു സൈൻ nx. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻x വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ വർഷം തന്നെ പഴയ സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π - x/2 ദ ഹോൾ സ്ക്വയർ ഇൻ 0, 0 ലെസ് ദാൻ x ലെസ് ദാൻ 2π. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. KTU 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ് എന്താണ്? പീരീഡ് 2l is equal to ഇവിടെ എന്താണ്? 0, 2π അല്ല, അപ്പൊ 2π മൈനസ് 0. 2l is equal to 2π, l is equal to π. അപ്പൊ l is equal to π ആയിട്ടുള്ള ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ കുറെ തവണ എഴുതി. അത് എന്താണ്? എഫ് ഓഫ് എക്സ് is equal to a0/2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity bn sin nx എന്നറിയാം. a0 എന്താണ്? 1/l അല്ലേ? അതായത് 1 ഇവിടെ എന്താണ്? l 1/π ഇന്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്താണ്? ഇവിടെ π - x/2 ദ ഹോൾ സ്ക്വയർ dx ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഇത് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്? ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്ലിറ്റ് ആക്കാം. അതായത് 1/π 0 to 2π എങ്ങനെ എഴുതാം? π - x ദ ഹോൾ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ എന്താണ്? 4. അതായത് സ്ക്വയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി dx. 1/4π 4 എടുത്ത് വെളിയിലിട്ടു. 0 to 2π π - x ദ ഹോൾ സ്ക്വയർ dx ആണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്? ഇതിന്റെ ഇന്റഗ്രൽ എന്താ? π - x-ന്റെ ഇന്റഗ്രൽ എന്താ? π - x ഹോൾ റൈസ് ടു 3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ആലോചിച്ച് നോക്കിയിട്ട് പറയും. അപ്പൊ ഇത് നമ്മള് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഇതൊരു റിസൾട്ട് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇന്റഗ്രൽ അറിയാത്തവർ എഴുതി വെക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിക്കത്തുള്ളൂ. ax + b ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax + b ഹോൾ റൈസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1 ഇൻറ്റു a ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഈ സാധനങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. n എന്താണ് ഇവിടെ? ഞാനിപ്പോ എഴുതിയേക്കുന്നതിനകത്ത് a എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള ടേമാണ്. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സിന്റെ കൂടെയുള്ള -1 അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് a -1ഉം n എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? n2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/4π ഇന്റഗ്രൽ 0 to 2π π - x ഹോൾ സ്ക്വയർ dx എന്നല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു?
പൈ മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 2 പ്ലസ് 1 3 വന്നു ഡിവൈഡഡ് ബൈ n പ്ലസ് 1 3 ഇൻറ്റു മൈനസ് 1 0 ടു 2 ഓക്കെ ക്ലിയർ. ഇനി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡിനോമിനേറ്റർ ഒരു മൈനസ് 3 കൂടെ വന്നില്ല, അതെടുത്ത് വെള്ളിലിട്ടേ, അപ്പോൾ മൈനസ് 1/12 പൈ ആയി. അതിനകത്ത് എന്തുകൊണ്ട് പൈ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് 0 to 2 പൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതും, മൈനസ് 1/12 പൈ പൈ മൈനസ് എക്സിന്റെ അവിടെ അപ്പർ ലിമിറ്റ് എന്താണ് 2 പൈ അല്ലേ, അപ്പോൾ പൈ മൈനസ് 2 പൈ ദ ഹോൾ ക്യൂബ് മൈനസ് പൈ മൈനസ് 0 ദ ഹോൾ ക്യൂബ്. ലോവർ ലിമിറ്റ് എന്താണ് 0 അല്ലേ, അപ്പൊ അതും കൊടുക്കും. എക്സിന്റെ അവിടെ ആണ് കൊടുക്കുന്നത്. മൈനസ് 1/12 പൈ പൈ മൈനസ് 2 പൈ എന്താണ് പൈ അല്ലേ, പൈന്റെ ക്യൂബ് എന്താണ്, അപ്പോൾ മൈനസ് പൈ മൈനസ് 2 പൈ മൈനസ് പൈ ആണ്, അപ്പൊ മൈനസ് പൈന്റെ ക്യൂബ് എന്താണ് മൈനസ് പൈ ക്യൂബ് ആണ്. മൈനസ് ഇത് എന്ത് കിട്ടുന്നു, പൈ മൈനസ് 0 എന്താണ് പൈ ആണ്, പൈന്റെ ക്യൂബ് എന്താണ് പൈ ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, മൈനസ് 1/12 പൈ ക്യൂബ് മൈനസ് പൈ ക്യൂബ് എന്താണ് എന്ത് കിട്ടുന്നു, മൈനസ് 2 പൈ ക്യൂബ് എന്ന് കിട്ടും. ഈ മൈനസും പോകും അല്ലെ, പോസിറ്റീവായി. ഇവിടുത്തെ ഈ 2 കൂടെ വെട്ടിയിട്ട് ഇവിടെ 6 എഴുതാം. പൈയും കൂടെ പോയിട്ട് ഇവിടെ പൈ സ്ക്വയർ വരും. അപ്പൊ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എ നോട്ടാണ് കിട്ടിയത്, പൈ സ്ക്വയർ ബൈ 6. ഇനി എന് നമ്മൾ കാണാം, എങ്ങനെ കാണാം, എല്ലിന്റെ അവിടെ പൈ ഇവിടെ, അപ്പൊ 1/π ഇന്റഗ്രൽ 0 to 2 പൈ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഞാൻ സ്പ്ലിറ്റ് ആക്കിയിട്ടുള്ളത് എഴുതുവാണ്, ഹോൾ സ്ക്വയർ പൈ മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലേ, അപ്പൊ സ്ക്വയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കോസ് എൻ എക്സ് ഡി എക്സ് അല്ലേ വരുന്നത് എന്നിനകത്തുള്ള ടൈം, എന്നിന്റെ അവിടെ എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഉള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനിയിപ്പോ ആ 4 എടുത്ത് ഇവിടെ ഇട്ടാൽ 1/4 പൈ ഇന്റഗ്രൽ 0 to 2 പൈ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 പൈ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ബെർണോളിസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. മൈനസ് പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2 ഇൻറ്റു പൈ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1. ഓക്കെ, അടുത്തത് സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്തത് പ്ലസ് സൈൻ 2. അടുത്തത് എന്താണ് മൈനസ് 2 ബൈ, അതായത് ഇനി തൊട്ട് ഫ്രണ്ടിലുള്ള ടേമിന്റെ ഡെറിവേറ്റീവ്, ഇതിന്റെ ഡെറിവേറ്റീവ് അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഡെറിവേറ്റീവ്, ആ ടേം എന്താണ്, ഈ ടേം എന്ന് പറഞ്ഞാൽ മൈനസ് 2 പൈ മൈനസ് എക്സ് എന്നല്ലേ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു, മൈനസ് 2 ഇൻറ്റു പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് 1 അല്ലേ. ഇനി അടുത്ത എന്താ മൈനസ് കോസിന്റെ എന്താണ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് കഴിഞ്ഞു 0 to 2 പൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പൊ 1/4 പൈ പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ, ഇത് എന്ത് കിട്ടുന്നു ഈ ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഒരു -2 ഉണ്ട്, രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് എന്താണ് ഒരു മൈനസ് കോസ് ഉണ്ടല്ലേ, അപ്പൊ അത് പോസിറ്റീവ് ആവും, പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് തന്നെയാണ്. അപ്പൊ -2 ഇൻറ്റു പൈ മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അടുത്ത എന്ത് കിട്ടുന്നു -2 ഇൻറ്റു -1 2 ആണ്, 2 ഇൻറ്റു മൈനസ് ആണ്, അപ്പൊ മൈനസ് തന്നെ, -2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് 0 to 2 പൈ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. എക്സിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം 2 പൈ കൊടുക്കണം, അപ്പൊ പൈ മൈനസ് 2 പൈ അല്ലേ, ഇവിടെ ഇപ്പൊ എന്ത് കിട്ടുന്നു, ഈ അണ്ടർലൈൻ ചെയ്യുന്നതിന്റെ അടിയിൽ പൈ മൈനസ് 2 പൈ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ വരുന്നത്, നമ്മൾ 2 പൈ കൊടുക്കുന്നു, അപ്പൊ എന്ത് കിട്ടുന്നു മൈനസ് പൈന്റെ സ്ക്വയർ, അതായത് പൈ സ്ക്വയർ സൈൻ 2n പൈ ഡിവൈഡഡ് ബൈ n, ഇത് അപ്പർ ലിമിറ്റ് ആണ് ബ്രാക്കറ്റ്, മൈനസ് 2 ഇൻറ്റു പൈ മൈനസ് 2 പൈ, പൈ മൈനസ് 2 പൈ എന്താണ് മൈനസ് പൈ ആണ് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് കിട്ടുന്നു മൈനസും കൂടെ പോസിറ്റീവ്, മൈനസ് പൈയും ഇവിടുത്തെ ഒരു മൈനസ് പൈയും കൂടെ എന്താകുന്നു പ്ലസ് 2 പൈ ആയി മാറും. കോസ് 2n പൈ ബൈ എൻ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ 2n പൈ ബൈ എൻ ക്യൂബ്. അപ്പൊ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ലോവർ ലിമിറ്റ് എന്താ, എക്സ് ഉള്ളിടത്ത് 0 കൊടുക്കാന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു, ഇവിടെ കണ്ടോ
ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഈ സൈൻ സീറോയുടെ വാല്യൂ എന്താ 0 ആയി പോകത്തില്ല. കോസ് 0 എന്താണ് 1 ആണ്. ഇവിടെ ഇപ്പൊ എന്താ 2 ഇൻറ്റു പൈ മൈനസ് 2 ഇൻറ്റു പൈ മൈനസ് 0 എന്നല്ല. അപ്പൊ 2 പൈ ഇൻറ്റു കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ 2 പൈ ബൈ n സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് ആക്കി വേണം എഴുതാൻ, അല്ലാതെ എല്ലാം കൂടെ വാല്യൂ വലിച്ച് എഴുതരുത്. അപ്പോൾ -2/2π മൈനസ് 2π ബൈ n സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ടൈം എന്താ? അടുത്ത ടൈം സൈൻ അല്ലേ? സൈൻ 0 എന്താണ്? 0 ആണ്. പ്ലസ് 0 പ്ലസ് അല്ലല്ലോ, -0. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇത്രേ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അറിയാവുന്ന വാല്യൂ സൈൻ 2nπയുടെ വാല്യൂ 0 ആണ്, കോസ് 2nπ 1 ആണ്, ഇതും 0 ആയി. അപ്പോൾ 0 വരുന്നത് നമ്മൾ എടുത്ത് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ട ആവശ്യമില്ല, അല്ലാത്ത എടുത്തില്ല. ഫസ്റ്റ് ടൈം അപ്പൊ എന്താ? π² ഇൻറ്റു 0/n 0. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അത് രണ്ടാമത്തെ ടൈം എന്താ? 2π ഇൻറ്റു 1/n സ്ക്വയർ. ഇനി അടുത്ത ടൈം 0 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ രണ്ടാമത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത് പോസിറ്റീവ് ആയി, പ്ലസ് 2π/n സ്ക്വയർ. അതായത് ഇപ്പൊ കിട്ടിയേക്കുന്നത് എന്താ? 1/4π ഇൻറ്റു 2π/n സ്ക്വയർ പ്ലസ് 2π/n സ്ക്വയർ എന്നാണ് കിട്ടിയേക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 1/4π ഇൻറ്റു 4π/n സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്. ഈ 4πയും ഈ 4πയും വെട്ടിപ്പോയിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 1/n സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതിപ്പോ നമുക്ക് എന്താ കിട്ടിയത്? an ആണ് കിട്ടിയത്, 1/n സ്ക്വയർ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ bn കണ്ടുപിടിക്കാം. bn അപ്പൊ എന്ത് കിട്ടുന്നു? bn ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π π മൈനസ് x the whole square divided by 4 into sin nx dx ആണ്. ഇപ്പൊ sin nπx/l ആണ്. എല്ലിന്റെ അവിടെ പൈ കൊടുത്തപ്പോൾ ഉള്ള ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ sin nπx/π എന്നാവും. അപ്പൊ പൈയും പൈയും പോയിട്ട് sin nx എന്നാവും. ഇനി ഇപ്പൊ ചെയ്ത പോലെ തന്നെ 4 എടുത്ത് കഴിഞ്ഞപ്പോ 1/4π ഇന്റഗ്രൽ 0 to 2π π മൈനസ് x the whole square sin nx dx. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ബെർണോളിസ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നീക്കി എഴുതാം. 1/4π ആദ്യം പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അതേപോലെ എഴുതുന്നു. സൈൻ nxന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് nx/n ആയി മാറുന്നു. മൈനസ് അടുത്ത എന്താണ്? പൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു പൈ മൈനസ് എക്സ് ഇൻറ്റു -1. അടുത്തത് എന്താണ്? അടുത്തത് ഈ ഇന്റഗ്രൽ കാണുന്ന ചെറിയൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ സംശയം വരും, ഡെറിവേറ്റീവ് എടുക്കുന്ന അല്ലാത്ത ബ്രാക്കറ്റ്. അപ്പൊ അടുത്തത് മൈനസ് കോസ് nx/n ഇന്റഗ്രൽ, അപ്പൊ മൈനസ് സൈൻ nx/n സ്ക്വയർ ആയി മാറി. അടുത്തത് പ്ലസ് 2. അടുത്ത ഏതാ? ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ -2 ഇൻറ്റു പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? -2 ഇൻറ്റു -1. അപ്പൊ എന്ത് കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു അല്ലെ? 2. അപ്പൊ എഴുതുവാണ് 2 എഴുതുവാണ്. 2 ഇൻറ്റു മൈനസ് സൈൻ nx/n സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? എന്ത് കിട്ടുന്നു? സൈനിൻ്റെത്. അപ്പൊ മൈനസ് കോസ് ആണ്. അപ്പൊ മൈനസ് പോസിറ്റീവ് ആയിട്ട് കോസ് nx/n³ എന്നായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താണ് ഈ ബ്രാക്കറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കണം. ഇത് ഇടയ്ക്ക് വല്ലതും തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം? ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഇനി ടേം ഉണ്ടോ? 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് അവസാനിപ്പിച്ച് 0 to 2π. ഇനി നമ്മൾ എന്താണ്? ഇനി ഈ സൈൻ ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കും. അപ്പൊ 1/4π പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഒരു മൈനസ് ഉണ്ടായിരുന്നില്ല, മൈനസ് കോസ് nx. അപ്പൊ കോസ് nx/n ഇതെന്ത് കിട്ടുന്നു? മൈനസ് മൈനസ് പ്ലസ് ആകും, പക്ഷെ മൈനസ് തന്നെ വരത്തുള്ളൂ അല്ലേ? -2 ഇൻറ്റു പൈ മൈനസ് എക്സ് സൈൻ nx/n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ് nx/n³
0 to 2 pi. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/4 പൈ അപ്പർ ലിമിറ്റ് എന്താണ്? 2 പൈ അല്ലേ? അപ്പർ ലിമിറ്റ് 2 പൈ കൊടുക്കാൻ മുമ്പ് ഈ എക്സിന്റെ അവിടെ 2 പൈ കൊടുക്കുമ്പോൾ പൈ മൈനസ് 2 പൈ ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ മൈനസ് പൈന്റെ സ്ക്വയർ. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് പൈ സ്ക്വയർ വരുന്നത്. അപ്പൊ ഞാനത് താഴോട്ട് എഴുതുവാണ്, ഞാനിപ്പോ പറഞ്ഞ കാര്യമേ. അതായത് എക്സിന്റെ അവിടെ 2 പൈ കൊടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അപ്പൊ മൈനസ് പൈ സ്ക്വയർ എന്ന് വരും. മൈനസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ സ്ക്വയർ വരും. ഓൾറെഡി ഇവരെ വെളിയിൽ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് എന്താണ്? മൈനസ് പൈ സ്ക്വയർ ആയി. അടുത്ത എന്താണ്? കോസ് 2n പൈ ബൈ എൻ ആയി മാറി. എക്സിന്റെ അവിടെ 2 പൈ കൊടുക്കുമ്പോൾ കോസ് 2n പൈ ബൈ എൻ മൈനസ് 2 ഇൻറ്റു പൈ മൈനസ് 2 പൈ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? 2 ഇൻറ്റു മൈനസ് പൈ ആണ്. അപ്പൊ എന്താ? ഇത് പ്ലസ് ആയി. മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് വെറും പൈ ആയി മാറി. സോറി, വെറും പൈ അല്ലല്ലോ, 2 പൈ ആയി മാറി. പ്ലസ് 2 പൈ ആയി മാറി. 2 പൈ ആയി മാറി. സൈൻ 2n പൈ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പ്ലസ് അപ്പർ ലിമിറ്റ് ആണ് 2 കോസ് 2n പൈ ബൈ എൻ ക്യൂബ്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് ലോവർ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് മൈനസ് പൈ സ്ക്വയർ കോസ് 0യുടെ വാല്യൂ 1 അല്ലേ? അപ്പൊ മൈനസ് പൈ സ്ക്വയർ ബൈ എൻ എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ടൈം എന്താ? സൈൻ 0 സൈൻ 0 0 ആണ്. പ്ലസ് 2 ഇൻറ്റു കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ബൈ എൻ ക്യൂബ്, അതായത് 2 ബൈ എൻ ക്യൂബ് എന്ന് കിട്ടും. ലോവർ ലിമിറ്റും കഴിഞ്ഞു. ഇത് നമുക്കറിയാവുന്ന വാല്യൂസ്. ഇത് 1 ആണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്. 1 വരുന്നത് മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ എന്ത് കിട്ടുന്നു? 1/4 പൈ മൈനസ് പൈ സ്ക്വയർ ബൈ എൻ പ്ലസ് 2 ബൈ എൻ ക്യൂബ്. രണ്ടാമത്തെ ടൈം എഴുതിയിട്ടില്ല, 0 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ പ്ലസ് പൈ സ്ക്വയർ ബൈ എൻ മൈനസ് 2 ബൈ എൻ ക്യൂബ്. വെട്ടാനുണ്ടാവല്ലോ, ഇതും പോയി, ഇതും പോയി, ഇതും പോയി. അപ്പൊ എല്ലാം പോയി, 0 എന്ന് ആൻസർ കിട്ടുന്നു. നമ്മൾ ബി എൻ 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2a പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് എന്ന് കിട്ടുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എ നോട്ടിന്റെ വാല്യൂ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? എ നോട്ട് കിട്ടിയത് നമുക്ക് കിട്ടിയത് പൈ സ്ക്വയർ ബൈ 6 ആയിരുന്നു കിട്ടിയത്. അപ്പൊ പൈ സ്ക്വയർ ബൈ 6 ഇൻറ്റു 2, എ നോട്ട് ബൈ 2 അല്ല, 2 കൂടെ ഡിനോമിനേറ്ററിലോട്ട് വരുമ്പോൾ പൈ സ്ക്വയർ ബൈ 6 ഇൻറ്റു 2 എന്ത് കിട്ടുന്നു? പൈ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടുന്നു. പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ. എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ബൈ എൻ സ്ക്വയർ ആയിരുന്നു കിട്ടുക. അപ്പൊ 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് ബി എൻ 0 അല്ല, അപ്പൊ അടുത്ത ടൈം ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 കെ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 0 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടു, ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് ഫംഗ്ഷനിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇവിടുത്തെ അപ്പോൾ പീരീഡ് നമുക്ക് എന്ത് എഴുതാം? പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് -2 അവസാനിക്കുന്ന 2 അപ്പൊ ഇവിടുത്തെ ഇന്റർവൽ എന്താണ്? -2 2 ആണ്. ഓക്കെ, അപ്പൊ പീരീഡ് എന്ത് കാണാം? പീരീഡ് ആദ്യം കാണാം. പീരീഡ് 2l ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ? 2 b മൈനസ് എ അല്ല, അപ്പൊ 2 മൈനസ് 2 അതായത് 4 എന്ന് കിട്ടുന്നു. അപ്പൊ 2l ഇസ് ഈക്വൽ ടു 4 കിട്ടിയാൽ l ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 4/2 ഇസ് ഈക്വൽ 2. അപ്പൊ എല്ലിന്റെ സ്ഥാനത്ത് എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താണ്? നമ്മളപ്പോ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ഫോം എന്താണ്? എ നോട്ടിന്റെ എന്താണ്? 1/l ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നു? 1/2 ഇന്റഗ്രൽ എന്താണ്? -2 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഓരോന്നിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ 1/2 എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. എന്നിട്ട് -2 മുതൽ -1 വരെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്താ വാല്യൂ നോക്കൂ. -2 മുതൽ -1 വരെ 0 ആണ്. അപ്പൊ 0 ഡി എക്സ് പ്ലസ് അടുത്തത് -1 മുതൽ 1 വരെ
എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? കെ ആണ്. അപ്പൊ കെ ഡി എക്സ് പ്ലസ് അടുത്തതോ 1 മുതൽ 2 വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ 0 ഡി എക്സ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1/2 ഇൻറ്റു ആദ്യത്തെ രണ്ടിനെയും പോയില്ലേ, ഇന്റഗ്രൽ -1 to 1 കെ ഡി എക്സ്. അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? കെ കോൺസ്റ്റന്റ് എടുത്ത് വെളിയിലിട്ടാൽ k/2 ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ k/2 എക്സ് -1 to 1 എന്നാണ് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? k/2 എക്സിന്റെ അവിടെ 1 കൊടുക്കുന്നു, മൈനസ് എക്സിന്റെ അവിടെ -1 കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, അപ്പോൾ 2k/2 എന്ന് കിട്ടുന്നല്ലേ. 2k/2 2 വെട്ടിയിട്ട് k എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a0 എന്ന് പറയുന്നത് നമുക്ക് k എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ a ന് കാണുന്നു. a ന് അപ്പൊ എന്ത് കിട്ടുന്നു? 1/l ഇന്റഗ്രൽ c to c plus 2l f of x into cos n pi x by l dx എന്നല്ല ജനറൽ ആയിട്ടുള്ള ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് l എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് l കിട്ടിയത് 2 ആ കിട്ടിയത്. അപ്പൊ എന്ത് കിട്ടുന്നു? 1/2 ഇന്റഗ്രൽ ഓഫ് ടോട്ടൽ ആയിട്ടുള്ള ഇത് -2 to 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by 2. അത് എല്ലിന്റെ അവിടെ 2 കൊടുക്കുമ്പോൾ കോസ് n pi x by 2 dx. ഇനി നമ്മൾ ഇത് ഓരോന്നും സ്പ്ലിറ്റ് ആക്കുന്നു. എങ്ങനെ സ്പ്ലിറ്റ് ആക്കുന്നത്? 1/2 എടുത്ത് വെളിയിലിട്ടു. -1 മുതൽ 0 വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് n pi x by 2 dx. അത് 0 ആയിട്ട്. അടുത്തതോ -1 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ k ആണ്. അപ്പോൾ k ഇൻറ്റു കോസ് n pi x by 2 dx പ്ലസ് അടുത്തതോ 1 മുതൽ 2 വരെ 0 ഇൻറ്റു കോസ് n pi x by 2 dx. ഇനിയിപ്പോ നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും 0 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 1/2 ഇന്റഗ്രൽ -1 to 2 1 k ഇൻറ്റു കോസ് n pi x by 2 dx ആണ്. അപ്പൊ നമ്മൾ എന്താ kനെ എടുത്ത് വെളിയിട്ടാൽ k/2 ഇന്റഗ്രൽ കോസ് n pi x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സൈന് n pi x by 2 ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എക്സിന്റെ കോയിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക ഇന്റഗ്രേഷൻ. അപ്പൊ n pi by 2 ഡിവൈഡഡ് ബൈ 1 -1 to 1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? k/2 ഈ ഡിനോമിനേറ്റർ ഉള്ള ടേം ഉണ്ടല്ലോ, ഈ n pi by 2, അത് നമുക്ക് എന്ത് എഴുതാം? തിരിച്ചിട്ടാൽ എന്ത് എഴുതുന്നു? 2/n pi. ഇനി സൈൻ എക്സിന്റെ അവിടെ 1 കൊടുത്താൽ സൈന് n pi by 2 മൈനസ് സൈൻ ഓഫ് മൈനസ് എക്സിന്റെ അവിടെ -1 കൊടുത്താൽ സൈൻ ഓഫ് മൈനസ് n pi by 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം സൈൻ ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -sin x എന്നറിയാം. അറിയാത്തവർ എഴുതി വെക്കുക. കോസ് ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് സൈൻ ഓഫ് -n pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? അപ്പൊ -sin n pi by 2 എന്ന് കിട്ടുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഈ 2 2 വെട്ടിയിട്ട് k/n pi sin n pi by 2 മൈനസ് sin n pi by 2 എന്നായി മാറി. ഈക്വൽ ടു എന്ത് എഴുതാം? k/n pi ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആകും അല്ലെ. അപ്പൊ sin n pi by 2 പ്ലസ് sin n pi by 2 എന്ത് കിട്ടുന്നു? 2 sin n pi by 2 എന്ന് കിട്ടുന്നു. ഓക്കെ, അതായത് ആൻസർ എന്ത് കിട്ടുന്നു? 2k/n pi sin of n pi by 2. ക്ലിയർ? ഇതാണ് നമ്മുടെ an-ന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് bn എങ്ങനെ കണ്ടുപിടിക്കാം? bn is equal to 1/2 ഇന്റഗ്രൽ -1 to 1 മാത്രം കൊടുത്താൽ മതി ഇൻറ്റു k sin n pi x by 2 dx. ഒക്കെ മോളി എഴുതിയതിൽ ആ ആദ്യത്തെയും അവസാനത്തെയും ഇന്റഗ്രലിനകത്തുള്ള ടൈം 0 അല്ലേ, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ എഴുതിയത്. കുറച്ച് സ്റ്റെപ്പ് സ്കിപ്പ് അടിച്ചിട്ടാണ് എഴുതിയത്.
1/2 k എടുത്ത് പറയാം. k/2 sin n pi x/2 ന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് n pi x/2 ഡിവൈഡഡ് ബൈ n/2 മൈനസ് 1 to 1. ആ ഡിനോമിനേറ്ററുള്ള ടൈം എടുത്ത് തിരിച്ചിട്ടാൽ എന്ത് കിട്ടുന്നു? k/2 ഇൻറ്റു, അത് കോൺസ്റ്റന്റ് അല്ല, അപ്പൊ നമ്മൾക്ക് അതിട്ട് സെപ്പറേറ്റ് വെളിയിൽ ഇടാമല്ലോ. 2/n/, 2 അല്ലേ? 2/n/, 2 2 വെട്ടിപ്പോയി. ഇനി എന്ത് കിട്ടുന്നു? മൈനസ് കോസ് ഓഫ് അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പൊ കോസ് ഓഫ് n/2 മൈനസ് മൈനസും പ്ലസ് ആയില്ലേ? മൈനസ് കോസ് അല്ലേ? അപ്പൊ പ്ലസ് ആയി. പ്ലസ് കോസ് ഓഫ് മൈനസ് n/2. ഈ കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? k/n/, മൈനസ് കോസ് n/2 പ്ലസ് കോസ് n/2 എന്ന് കിട്ടുന്നു. ആൻസർ എന്താണ്? 0 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്തായി മാറി? 0 ആയി മാറി. അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസ് എന്തായി മാറുന്നു? f(x) a0 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? a0 നമുക്ക് കിട്ടിയത് k എന്നായിരുന്നു കിട്ടുക. അപ്പൊ a0/2, അതായത് a0/2 പ്ലസ് സമ്മേഷൻ n = 1 to infinity an cos nx പ്ലസ് സമ്മേഷൻ n = 1 to infinity bn sin nx ആണ്. which is equal a0 എന്താണ്? k ആണ്. അപ്പൊ k/2 സമ്മേഷൻ n = 1 to infinity an എന്താണ്? an-ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k/n/, 2 ഇൻറ്റു സൈൻ n/2 എന്നാണ് വരുന്നത്, ഇൻറ്റു കോസ് n/, ഒരു സെക്കൻഡ്, കോസ് n/, ഉണ്ടായിരുന്നല്ലേ? nx അല്ലായിരുന്നല്ലോ, സോറി, ഇവിടെ കോസ് nx അല്ലായിരുന്നല്ലോ, കോസ് കോസ് n/, x/2, ഇവിടെ സൈൻ n/, x/2 അല്ലായിരുന്നു, സോറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? കോസ് n/, x/2 എന്ന്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡലിലുള്ള, അപ്പൊ ഈ ഞാനിപ്പോ ചെയ്തേക്കുന്നത് എന്താണ്? f(x) x, f(x) x², f(x) എന്താണ്? e⁻x, അടുത്തത് f(x) π-x/2 the whole square. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് നോർമലി ചോദിക്കാറുള്ളത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഫൊറിയർ സീരീസിന്റെ തന്നെ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു രീതിയിലുള്ള ഒരു സീരീസ് ഡെഡ്യൂസ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും കാണേണ്ടതാണ്. താങ്ക് യു.